ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് റമളാൻ 10 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല റെസിപ്പീസും എല്ലാതും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ. അപ്പോൾ അന്ന് ഞാൻ കിച്ചണിലേക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പിന്നെ പത്തിരി കുഴക്കലും പരത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കോഴിമുട്ട കറി കേട്ടോ, അന്ന് കുറുമാണ് വെക്കണത്. അപ്പോൾ അതിലേക്ക് മുട്ടൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാടമുട്ടയും കൂടെ അതിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാടമുട്ട വെച്ചിട്ട് നമ്മൾ കിളിക്കൂടിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ പിന്നെ പുഴുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി ഞാൻ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ 3 മണിക്കങ്ങനെ നേരത്തെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസമാകുമ്പോൾ നമ്മൾ 1 മണിക്കൂറുള്ള പണി നമ്മൾ 2 മണിക്കൂർ വെച്ചിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ കാരണം ഒരുപാട് ടൈം വേണം. ക്യാമറ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി അങ്ങനെ ആയിട്ട് പിന്നെ നമ്മൾ ഒരു കിച്ചൺ എന്താണ് കൗണ്ടർ ടോപ്പ് ആയാലും അപ്പുറം ഇപ്പുറം അങ്ങനെയല്ല. അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റണം അങ്ങോട്ട് മാറ്റണം അങ്ങനെ കുറേ ടൈം പോകും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ 2-3 ദിവസം വീഡിയോ എടുത്തോണ്ട് നമ്മൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പത്തിരിയൊക്കെ ചുട്ട് പിന്നെ ചുടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പത്തിരി ചുടുമ്പോൾ പത്തിരി പ്രസ്സിൽ അമർത്തി അപ്പോൾ തന്നെ അങ്ങോട്ട് നമ്മൾ ചുട്ടെടുക്കട്ടെ ചെയ്യണത്. ഞാൻ പൊടിയിലിട്ട് തട്ടി അങ്ങനെയൊന്നും ചെയ്യണില്ല. അത് നമ്മൾ അത്താഴത്തിനും കൂടി എടുത്ത് വെക്കണം. പത്തിരി അത്താഴത്തിനും കൂടെ ആണുള്ളതാണെങ്കിൽ ഞാൻ പൊടിയിലൊക്കെ തട്ടിയിട്ട് ചുട്ടെടുക്കും. ഇതിപ്പോൾ നമുക്ക് രാത്രി തന്നെ തിന്നാനുള്ള പത്തിരിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് ചുടുന്ന ടൈമിൽ കുഞ്ഞിൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇമ്മച്ചി ഇങ്ങനെയല്ല ചുടൽ, ഇമ്മനെച്ച് ഇങ്ങനെ അമർത്തു താത്ത ഇങ്ങനെ തട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബടായി ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അവൾ പിന്നെ അവിടെ പത്തിരി ചുടുമ്പോൾ ഞാൻ സംസാരിച്ച് പത്തിരി ചുട്ട് കഴിഞ്ഞതേ അറിഞ്ഞില്ല കേട്ടോ. ഓരോ കഥകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ബടായി ഇങ്ങനെ ഇളക്കി അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പിന്നെ കറി ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. മുട്ട അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ സവാള പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് കട്ട് ചെയ്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി ക്ലീനാക്കി വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ തക്കാളി എടുത്തിട്ട് പിന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഞാനിതുപോലെ കഷ്ണാക്കിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി ഇത്രയും വലുപ്പത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് നമ്മൾ നല്ലൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ചേർത്തെടുക്കാനുള്ള മല്ലിയില പിന്നെ നമ്മളെ പിന്നെ സ്നാക്സിൻ്റെക്കുള്ള മല്ലിയില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കാൻ മല്ലിയില എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് അരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ചീനിച്ചട്ടി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിതിലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക മുട്ടക്കുറുമാണ് ഇട്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ വരില്ല. ആ ടൈമിലൊക്കെ ഉമ്മ കുഞ്ഞിരാക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണ ഒരു കറിയാണ് കേട്ടത്. കുഞ്ഞിരാക്ക് ഫസ്റ്റ് നിൽക്കാൻ വന്ന് ഫസ്റ്റ് ഒരു ദിവസം വന്നന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എപ്പോൾ കുഞ്ഞിരാക്ക് വന്നാലും ഉമ്മ ഈ കറി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടെങ്കിലും ഉമ്മക്ക് പിന്നെ കുഞ്ഞിരാക്ക് ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കും. പത്തിരിയാണല്ലോ അധികം ഉണ്ടാവും. അപ്പോൾ പത്തിരീൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ മുട്ടക്കറി. അപ്പോൾ ഇതിൽ ഇമ്മ ഉണ്ടാക്കുമ്പോൾ
വെള്ള കളറിലാട്ടോ കറി ഉണ്ടാവുക. അപ്പോൾ അതിൽ അങ്ങനെ പിന്നെ എന്താ പറയുക, പൊടികളൊന്നും ചേർക്കലില്ല. ഞാനിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോഴും പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഗരം മസാല കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയും ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല, ട്രൈ ചെയ്യൂ എന്ന് പറയട്ടൊന്നുമില്ല. എന്നാലും ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ കറി. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഗരം മസാല ഒന്നും ഉമ്മ ചേർത്തെടുക്കില്ല കേട്ടോ, കുരുമുളക് പൊടി പച്ചമുളക് മാത്രം ചേർക്കലുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അത് ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ പൊടികളുടെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം, പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ല നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പിന്നെ ഗ്രേവി ഒഴിച്ച ടൈമിൽ അതിൽ വെള്ളമൊക്കെ വറ്റിയൊന്ന് വന്നതിന് ശേഷം വേണം കേട്ടോ പൊടികൾ ചേർത്തെടുക്കാൻ. ഇനിയിപ്പോൾ പിന്നെ അപ്പോൾ അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ടൈം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള മുട്ടയൊക്കെ ഒന്ന് തൊലി ക്ലീൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ 4 കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 കോഴിമുട്ട അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്ന് നല്ല കേട് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് അത് ഒരു വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ 3 കോഴിമുട്ട കഷ്ണാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാടമുട്ട, നമ്മളെ കിളിക്കൂടിലേക്കുള്ള കാടമുട്ടയും കൂടെ ഒന്ന് തൊലി ക്ലീൻ ചെയ്ത് ഇപ്പോൾ തന്നെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്കുള്ള തേങ്ങ കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകല്ലേ അത് മാത്രം ചേർത്തിട്ട് പിന്നെ ഒന്ന് അരച്ച് വെച്ചതായിരുന്നു. നമ്മൾ മഞ്ഞൾപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പച്ച തേങ്ങ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ കറിയിലെ ഗ്രേവിയൊക്കെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി മുട്ട ക്ലീൻ ചെയ്ത് നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട. അപ്പോൾ മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് വെള്ളം പിന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. മുട്ടയിലേക്കൊക്കെ ഗ്രേവി ഒന്ന് പിടിക്കണ രൂപത്തിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് തന്നെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണത്. അപ്പോൾ ഈ നമ്മൾ മൂടി വെക്കണ മുട്ട ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടൊന്ന് പിന്നെ ചെയ്ത് കൊടുക്കട്ടോ. അതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ പിന്നെ നമ്മൾ തേങ്ങ കലക്കിയതില്ലേ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ഒന്ന് ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഞാൻ 1 മുറി തേങ്ങ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊന്ന് ഫൈനായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അതുപോലെ നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പത്തിരിയിലേക്ക് നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ടെടുത്തിട്ട് ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്നാക്സിൻ്റെ പണികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കിളിക്കൂടില്ലേ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് സവാളാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള. അപ്പോൾ അത് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. പിന്നെ 1 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എന്താ പറയുക സവാള ഒന്ന് നല്ല വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയതിന് ശേഷം സവാള നല്ലൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിലേറെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് പിന്നെ പൊടികളെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ മസാലേൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലേൻ്റെ പൊടിയിൽ നല്ല മുളക് പൊടിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ പൊടികളെ സ്മെല്ലൊക്കെ പോണ പോലെ പച്ച സ്മെല്ലൊക്കെ പോണ പോലെ നല്ല പിന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊടി വാട്ടുന്ന ടൈമില്ലായിരുന്നു, ആ പൊടി വാട്ടിയ ആ ടൈമിലൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. കട്ട് ചെയ്യലും കാര്യങ്ങളും അതുപോലെ തന്നെ ചിക്കന് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കന് എന്താണ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേവിച്ച് പിന്നെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മൾ പൊടി വാട്ടുന്ന ടൈമിൽ ഞാൻ ചെയ്ത് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കിളിക്കൂടിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും ഞാൻ പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അതും പിന്നെ എന്താ പറയുക നല്ല ഉടച്ച ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മസാലയിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ക്യാബേജ്, ക്യാപ്സിക്കം, സവാള ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കഷ്ണം സവാള എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ആദ്യം കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ബോളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. പിന്നെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കുക്കുംബറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയില കട്ട് ചെയ്തും കൂടെ. അപ്പോൾ എല്ലതും കൂടി ഞാൻ ആ ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി മതിയാവും. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് കുറച്ച് ലൂസാക്കിയിട്ടോ ഞാൻ പിന്നെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട, ഇതുപോലെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് പിന്നെ അടിച്ചെടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മയോണൈസ് അടിക്കണയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ഉപ്പൊന്നും ചേർക്കണില്ല. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ചിലർ മയോണൈസ് അടിക്കുമ്പോൾ കുരുമുളക് പൊടി ഇടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുരുമുളക് പൊടി ആദ്യം ചേർത്ത് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞ ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മയോണൈസും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വലിയ ബൗളിലിട്ടിട്ടാണെങ്കിൽ അങ്ങനെ പിന്നെ മിക്സ് ചെയ്തെടുത്താൽ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ബൗൾ ഒത്തിരി ചെറുതായിരുന്നു. പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. അതിൽ തന്നെ അങ്ങോട്ട് പിന്നെ സാധാരണ മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും പിന്നെ 8 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ബ്രെഡിൻ്റെ പിന്നെ സൈഡില്ലേ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്താ പറയുക സൈഡ് ഇങ്ങനെ കറുത്ത ഭാഗത്തിലുള്ള അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ നടുഭാഗം മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ ഞാൻ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8ൻ്റെ ഇതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്ന് ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളെ ഫില്ലിങ്ങിൽ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ പിന്നെ ബട്ടറിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യല്ല, ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ എല്ലാം പിന്നെ സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കെച്ചപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 4 പിന്നെ സാൻഡ്വിച്ചാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ, ക്ലബ്ബ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്ങും ചൂടാറി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ ഒരു കൂടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഒന്ന് പരത്തിയെടുത്തിട്ട് നടുവിലായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരുവൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു കൂട് ഷേപ്പിൽ ഇങ്ങനെ കിളിക്കൂടിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ. ഞാൻ ഇതുപോലെ കയ്യിൽ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിക്കൊരു കുഴിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ അരി ഒന്നിങ്ങനെ പൊട്ടിപ്പോവാതെ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ പിന്നെ മുഴുവനായിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതാ മുഴുവനായിട്ട് ഞാൻ അതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 കിളിക്കൂടാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 8 കടമുട്ട തന്നെയാണ് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൈദ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ടൈറ്റ് ആവതിട്ട് അതുപോലെ ലൂസാക്കി എടുക്കാം. പിന്നെ ഞാൻ എന്താ കുറച്ച് സേമിയല്ലേ വെർമസല്ലി, അത് ഇതുപോലെ നമ്മൾ വറുത്ത സേമിയാണ് കേട്ടോ. അതൊരു പിന്നെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മൈദയിലൊന്ന് നമ്മൾ പിന്നെ റെഡിയാക്കി വെച്ചില്ലേ പിന്നെ എന്താ പറയുക കിളിക്കൂട്, അതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഈ വെർമസെല്ലിലിട്ടോടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ നേരെ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കരുത്. പിന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫില്ലിങ് അങ്ങനെ വേവാനും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. ആ മേലെ ഉള്ള കോട്ടിങ്ങും പിന്നെ ആ മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ വെന്തിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കുമ്പോഴത്തേന് അടുത്തത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇത് മറ്റേ ഞാൻ കോട്ട് ചെയ്ത് വരുമ്പോഴത്തേന് മറ്റേത് പിന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഇട്ടെടുക്കും. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ടില്ലേ അതൊന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാനിത് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഇല്ല അതൊന്നും ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, ബ്രെഡ് അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യല്ല വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞ പാടന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് പിന്നെ പാനിൽ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 പിന്നെ ബ്രെഡ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ ക്ലബ്ബില്ലേ ക്ലബ്ബ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ വരല്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ നമ്മൾ സാൻഡ്വിച്ച് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താണ്. പെട്ടെന്നല്ല എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ ആവും, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പിന്നെ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ സെറ്റാക്കി വന്നിട്ട് ഇനിയിപ്പോൾ നമ്മളെ കിളിക്കൂടില്ലേ അതൊന്നും ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മുട്ടൊക്കെ വെച്ച് പിന്നെ മക്കളാണ് കേട്ടോ മുട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കണമെന്നുള്ളൂ. അപ്പോൾ മോട്ടനും മോൻസും കൂടി അതിൽ മുട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞങ്ങൾ ചെയ്യാറിപ്പോൾ ഞാൻ പിന്നെ അവർക്ക് വിട്ടു കൊടുത്തിട്ടാ. പിന്നെ ഞാനത് റെഡിയാക്കാനൊന്നുമില്ല. ആ നേരം കൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ക്ലബ്ബൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ വെള്ളം കലക്കൽ, ജ്യൂസ് അടിക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കുഞ്ഞിൻ്റെയായി മക്കൾ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പണികളൊന്നുമില്ല. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്താട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.